എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. വാർത്തകളും വിശകലനങ്ങളും വിശദാംശങ്ങളും ഒക്കെയായി നമുക്ക് ഒരു മണിക്കൂർ വാർത്തയുടെ വഴിയെ സഞ്ചരിക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എത്രയോ ദിവസമായി നമ്മൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇതുപോലെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണത്തോടെ സത്യം പുറത്തേക്ക് വരും എന്നതാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന SIT അന്വേഷണത്തിൽ സത്യം പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ തന്നെ ആ SITക്ക് നേരെ ചില വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. കുറ്റപത്രം നൽകാൻ വൈകുന്നത് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ ഇടയാക്കിയതോടെയാണ് വലിയ വിമർശനം SITക്ക് നേരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നത്. ഇന്ന് കോടതിയും SITയെ ആ വിഷയത്തിൽ രൂക്ഷമായി വിമർശിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പ്രതികൾക്ക് എങ്ങനെ സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നു എന്ന ഏതൊരു സാധാരണക്കാരനും തോന്നുന്ന സംശയം കോടതി ഇന്ന് SITയോട് ചോദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ഉയരുന്നു. ഇന്ന് സമാനമായ ചോദ്യവും സംശയവും കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉയരുമ്പോൾ അതിന് വലിയ ഗൗരവം ലഭിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT കുറ്റപത്രം നൽകാത്തതിനെയാണ് കോടതി ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ബദറുദ്ദീനാണ് രൂക്ഷ വിമർശനം ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയത്. പ്രതികൾക്ക് എങ്ങനെ സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നു എന്ന് കോടതി ചോദിച്ചു. കുറ്റപത്രം നൽകിയാൽ പ്രതികൾ സ്വാഭാവിക ജാമ്യത്തിൽ പോകുന്നത് തടയാനാകും, അല്ലാത്ത പക്ഷം പൊതുജനങ്ങൾക്ക് അന്വേഷണത്തിൽ സംശയമുണ്ടാകും എന്നും ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് കോടതി ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തേത് ഗുരുതര സാഹചര്യമാണ് എന്ന കാര്യം കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നു. പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ട് ഏറെക്കുറെ 90 ദിവസമാകുന്നു. എന്നിട്ടും കുറ്റപത്രം വൈകുന്നതിന്റെ കാരണം എന്താണ് എന്നതാണ് കോടതി ഇന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ട് പങ്കജ് ഭണ്ഡാരി നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതി ഇത്തരം ചില സംശയങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ചിരിക്കുന്നത്. SITക്ക് മേൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണത്തെ വിലയിരുത്തുക, പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യത്തെ കോടതി എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് വളരെ നിർണായകമാകും. എന്തായാലും കോടതി നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കുന്നു എന്നതാണ് പ്രതീക്ഷ. കോടതി തന്നെ ഈ അന്വേഷണത്തിന്റെ ശരിതെറ്റുകൾ ചൂണ്ടിക്കാട്ടട്ടെ. നേരായ വഴിയിൽ അന്വേഷണം കൊണ്ടുപോകാൻ കോടതിക്കാകുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് അടുത്ത ഫോക്കസിലേക്ക് കടക്കാം. കണ്ണൂർ പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇന്ന് നിയമസഭയെ തന്നെ പ്രക്ഷുബ്ധമാക്കുന്നതാണ് നമ്മൾ കണ്ടത്. ബി കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളിയതോടെ സഭയിൽ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് അരങ്ങേറിയത്. ബി കുഞ്ഞികൃഷ്ണന്റെ ജീവൻ അപകടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രതിപക്ഷം സംരക്ഷണം ഒരുക്കുമെന്ന പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുകയാണ് ഇന്ന് സഭയിൽ. അത് TP ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്ക് കൂടി കടന്നതോടുകൂടി തന്നെ വലിയ ശക്തമായ ഏറ്റുമുട്ടലുകളിലേക്ക് സഭ പോകുന്നതാണ് നമ്മൾ കണ്ടത്. TI മധുസൂദനൻ MLA രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ചവർക്ക് നേരെ CPM പ്രവർത്തകർ നടത്തിയ മർദ്ദനം, അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നതായിരുന്നു ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ ആവശ്യം. എന്നാൽ ബി കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളുകയായിരുന്നു. സഭയിൽ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് ഇതിനെ തുടർന്ന് അരങ്ങേറിയത്. ഈ നോട്ടീസ് പരിഗണനാ യോഗ്യമല്ല എന്നാണ് സ്പീക്കർ ചൂണ്ടിക്കാട്ടിയത്. വിഷയം സബ്മിഷനായി ഉന്നയിക്കാനുള്ള അനുമതിയാണ് സ്പീക്കർ നൽകിയത്. സ്പീക്കറുടെ ഈ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു. ഇത്രയും ഗൗരവതരമായ ഒരു വിഷയം നിയമസഭയിൽ അല്ലാതെ എവിടെയാണ് അവതരിപ്പിക്കേണ്ടത് എന്ന ചോദ്യമാണ് സ്പീക്കറോട് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. ഏത് ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതെന്ന് വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. നിയമസഭയിൽ CPM എപ്പോൾ പ്രതിരോധത്തിലാകുന്നോ അപ്പോഴൊക്കെ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിക്കപ്പെടുകയാണ്. മുഖ്യമന്ത്രിയുടെ സൗകര്യത്തിന് വേണ്ടിയാണ് ചർച്ച ഒഴിവാക്കി കൊടുത്തതെന്ന വിമർശനം കൂടിയാണ് VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് സഭയിൽ ഉയർത്തിയത്. ഈ വി കുഞ്ഞികൃഷ്ണന്റെ ഈ ആരോപണം ഉയർത്തിയ വി കുഞ്ഞികൃഷ്ണന്റെ ജീവൻ തന്നെ അപകടത്തിലാണ് എന്നത് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. കുഞ്ഞികൃഷ്ണന് പോലീസ് സംരക്ഷണം ഒരുക്കണമെന്നൊരാവശ്യം പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചു. കുഞ്ഞികൃഷ്ണന് പോലീസ് സംരക്ഷണം ഒരുക്കണമെന്ന് പറയുമ്പോൾ തന്നെ തങ്ങൾ സംരക്ഷണയും പിന്തുണയും നൽകും എന്ന കാര്യവും പ്രഖ്യാപനവും കൂടി പ്രതിപക്ഷ നേതാവ് നടത്തുകയാണ്. അതൊരു രാഷ്ട്രീയ പിന്തുണയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തിലെ നിലപാട് വ്യക്തമാക്കിയത്.
ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ സ്വർണം കവർന്നെടുത്തതിന് പോലീസ് അന്വേഷണം നടത്തി ജയിലിലിട്ടിരിക്കുന്ന CPM നേതാക്കന്മാർക്കെതിരായി നടപടിയില്ല. സ്വർണം മോഷ്ടിച്ചവർക്കെതിരായി നടപടിയില്ല. പാർട്ടിയിൽ നടന്ന ഒരു കൊള്ള പുറത്തു പറഞ്ഞ ആൾക്കെതിരായി 24 മണിക്കൂറിനകം പാർട്ടി നടപടിയെടുത്തിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. CPMൽ നടന്നുകൊണ്ടിരിക്കുന്ന ജീർണതയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടിയിലെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിലാണ് ശ്രീ TP ചന്ദ്രശേഖരൻ ക്രൂരമായി വധിക്കപ്പെട്ടത്. ഇന്ന് കുഞ്ഞുകൃഷ്ണനും നേരിടുന്നത് അതേ പ്രശ്നം തന്നെയാണ്. ജീവന് ഭീഷണി നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടി ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞപ്പോ ഈ കണക്കൊന്നും വെളിപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ലെന്ന് പറയും. ഈ കണക്കൊന്നും വെളിപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ല, പാർട്ടി കണക്കാണെന്നാണ് പറയുന്നത്. പക്ഷെ കുഞ്ഞകൃഷ്ണൻ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഗുരുതരമായ ക്രമക്കേടുകളാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഗുരുതരമായ വിഷയങ്ങളാണ് പുറത്തു വരുന്നത് എന്നത് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നു. അതിനോടൊപ്പമാണ് പ്രതിപക്ഷ നേതാവ് സംരക്ഷണം ഒരുക്കുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പറയുന്നത്. CPM പുറത്താക്കിയ കുഞ്ഞികൃഷ്ണന് നേരെ ഇന്നോവ വരാതിരിക്കട്ടെ എന്നതായിരുന്നു KK രമ MLA ഇന്ന് ചൂണ്ടിക്കാട്ടിയത്. നിരന്തരമായി നടത്തിയ പോരാട്ടങ്ങൾ ഫലം കാണാതെ വന്നപ്പോഴാണ് കുഞ്ഞികൃഷ്ണൻ പുറത്തേക്ക് വന്നത്. 2005-ൽ 5 കോടിയോളം രൂപ പിരിച്ചിട്ടുണ്ട്. അന്ന് ഈ വിഷയങ്ങൾ തങ്ങൾ പാർട്ടിയിൽ ഉന്നയിച്ചിരുന്നുവെന്നും KK രമ ഇന്ന് പറഞ്ഞു. ഒരു പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തിയ ഒരു സഖാവാണ്. അതിൻ്റെ ഉള്ളിൽ നിരന്തരമായി നടത്തിയ പോരാട്ടങ്ങൾക്ക് ഫലം കാണാതെ വന്നപ്പോഴാണ് പൊതുസമൂഹത്തിനോട് തുറന്നു പറയാൻ തയ്യാറായത്. ഈ അനുഭവം തീർച്ചയായിട്ടും ഞങ്ങളുടെ അനുഭവമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് എനിക്കിത് പ്രത്യക്ഷത്തിൽ തോന്നുന്നത്. ഇനി അദ്ദേഹത്തിന് നേരെ ഇന്നോവ വരാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. 2005-2006 കാലഘട്ടം CPM ഞങ്ങളൊക്കെ ആ പാർട്ടിയിൽ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളൊക്കെ പിരിച്ചൊരു ഫണ്ടുണ്ട് രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു ഏകദേശം 25 കോടിയിലധികം രൂപ രക്തസാക്ഷി ഫണ്ട് എന്ന പേരിൽ പിരിച്ചിട്ടുണ്ട്. അത്തരം ഫണ്ടുകളൊക്കെ അവിടെ നിൽക്കുകയും അതിന്റെ ഒരു കണക്കൊന്നും പിന്നീട് എവിടെയും കണ്ടില്ല. ഇത്തരം വിഷയങ്ങളൊക്കെയാണ് ഞങ്ങളൊക്കെ ആ ഘട്ടങ്ങളിൽ പാർട്ടി അകത്ത് ഉന്നയിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. കണ്ണൂർ പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണന് അനുകൂലമായി പ്രകടനം നടത്തിയയാളുടെ ബൈക്ക് കത്തി നശിച്ച നിലയിൽ കൂടി ഇന്ന് കണ്ടെത്തി. ഏതൊക്കെ തരത്തിലാണ് ഒരു പരാതി ഉന്നയിച്ച ആളെ വേട്ടയാടുന്നത് എന്നതിന്റെ യഥാർത്ഥ ലക്ഷണവും സൂചനയുമാണ് ഈ സംഭവം നൽകുന്നത്. വെള്ളൂർ സ്വദേശി പ്രസന്നന്റെ ബൈക്കാണ് കത്തി നശിച്ചത്. ഇന്നലെ പയ്യന്നൂർ വെള്ളൂരിൽ നടന്ന കുഞ്ഞികൃഷ്ണൻ അനുകൂല പ്രകടനത്തിൽ പങ്കെടുത്ത ആളാണ് ഈ പ്രസന്നൻ എന്ന് പറയുന്നയാൾ. ഇന്ന് രാവിലെയാണ് ബൈക്ക് കത്തി നശിച്ച നിലയിൽ കണ്ടെത്തിയത്. കത്തി നാമാവശേഷമായി ആ ബൈക്ക് എന്നതാണ് നമ്മൾ ചിത്രങ്ങളിൽ കാണുന്നത്. അപ്പോൾ പരാതി പറയുന്നവർക്കെതിരെ ഒപ്പം തന്നെ അവരെ അനുകൂലിക്കുന്നവർക്കെതിരെയും ഒക്കെ പ്രതികാര നടപടികൾ നടക്കുന്നു എന്നതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. ഫണ്ട് തട്ടിപ്പ് ആരോപണം നേരിടുന്ന MLA സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയപ്പോൾ സഭാ നടപടികൾ തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കമെന്ന് തിരിച്ചടിക്കുകയാണ് സഭയിൽ ഇപ്പോൾ ഭരണപക്ഷം ചെയ്തിരിക്കുന്നത്. വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി ലഭിക്കാത്ത സാഹചര്യത്തിൽ എന്തായാലും വരും ദിവസങ്ങളിലും സഭയ്ക്കകത്തും പുറത്തും ഈ വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനമെന്ന് മനസ്സിലാക്കുന്നു. അന്വേഷണ ആവശ്യം ഉന്നയിച്ചുള്ള ശക്തമായ സമരങ്ങൾക്കാകും എന്തായാലും പ്രതിപക്ഷം നീക്കം നടത്തുക. കൃത്യമായി വിശദീകരിക്കാനാകാതെയും പരാതിക്കാരനെതിരെ നടപടിയെടുത്തും മുൻകാലങ്ങളിലെ തെറ്റ് ആവർത്തിക്കുകയാണ് CPM യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയാണ് ഈ നിലപാട് എന്നതുകൂടി നമ്മൾ കാണണം. ഇന്ത്യക്ക് ഉയർന്ന താരിഫ് 50% താരിഫ് അമേരിക്ക ഏർപ്പെടുത്തിയതാണ്. തുടരുന്ന ഭീഷണി ഏതാണ്ട് 500% വരെയാക്കി നികുതി ഉയർത്തുമെന്ന ഭീഷണിയാണ് ട്രംപ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ട്രംപിന് ഇന്ത്യയുടെ ശക്തമായ മറുപടിയാണ് ഇന്ത്യ യൂറോപ്യൻ വ്യാപാര കരാർ. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും വ്യാപാര കരാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ട്രംപിനുള്ള ശക്തമായ മറുപടിയായി മാറുകയാണ്. ഡൽഹിയിൽ നടന്ന ഉച്ചകോടിയിലാണ് സ്വതന്ത്ര വ്യാപാര കരാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് കരാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇരു രാഷ്ട്രങ്ങൾക്കും നേട്ടമാകുന്ന കരാർ അടുത്ത വർഷം മുതൽ
പ്രാബല്യത്തിലാകും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചും യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചും ഒക്കെ വലിയ രീതിയിൽ ഗുണകരമാകുന്ന ഒരു ബദലാകുന്ന, ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ബദൽ സൃഷ്ടിക്കാനാകുന്ന ഒരു ചരിത്രപരമായ ഡീലാണ് ഇന്നുണ്ടായിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ഡൽഹിയിൽ നടന്ന ഉച്ചകോടിയിലാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും സ്വതന്ത്ര വ്യാപാര കരാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനും യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റയും പങ്കെടുത്ത ഉച്ചകോടിയിലാണ് നിർണായകമായ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഔദ്യോഗികമായി കരാറിൽ ഇരു രാഷ്ട്രങ്ങളും ഒപ്പിടും. ഇരു രാഷ്ട്രങ്ങൾക്കും നേട്ടമാകുന്ന കരാർ അടുത്ത വർഷമാകും പ്രാബല്യത്തിലാകുക. പ്രതിരോധ സഹകരണ കരാറിലും ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ 2030 വരെ നീളുന്ന വിവിധ മേഖലകളിലെ സഹകരണ അജണ്ടയും കൈമാറിയിട്ടുണ്ട്. മൊബിലിറ്റി കരാർ വഴി ഇന്ത്യയിലുള്ള പ്രൊഫഷണലുകൾക്ക് യൂറോപ്പിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. ഭീകരവാദത്തെ തടയാനും സമുദ്ര സുരക്ഷയ്ക്കും ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള ധാരണ, പ്രതിരോധ രംഗത്തെ കമ്പനികൾക്ക് യൂറോപ്പിലെ കമ്പനികളുമായി സഹകരിച്ച് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത, ഇതൊക്കെയും ഈ ഇന്നത്തെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി വരുന്നു. അപ്പോൾ വളരെ നിർണായകമായ ചരിത്രപരമായ തീരുമാനങ്ങളാണ് ഈ ഉച്ചകോടിയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ തരത്തിൽ ആഗോളതലത്തിൽ വരെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു എഗ്രിമെന്റാണ് ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. എല്ലാവർക്കും അവസരമെന്ന് മോദി പ്രഖ്യാപിക്കുകയാണ്. മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് കരാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യ EU വ്യാപാര കരാർ ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് വലിയ അവസരമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി. രണ്ട് പ്രധാന സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെ ഉദാഹരണമാണ് ഇത് എന്നതാണ് പ്രധാനമന്ത്രി പറയുന്നത്. ലോകത്തിന്റെ ആകെ GDPയുടെ 25% രാജ്യാന്തര വ്യാപാരത്തിന്റെ 1/3 പ്രതിനിധീകരിക്കുന്ന കരാറാണ് ഇത് എന്നും प्रधानमंत्री नरेंद्र मोदी പറഞ്ഞു. आज भारत ने अपने इतिहास का अब तक का सबसे बड़ा फ्री ट्रेड एग्रीमेंट संपन्न किया है. आज 27 तारीख है. ये सुखद संयोग है कि आज ही के दिन यूरोपियन यूनियन के 27 देशों के साथ भारत ये FTA कर रहा है. यह एक ऐतिहासिक समझौता हमारे किसानों, हमारे छोटे उद्योगों, इसके यूरोपियन मार्केट तक पहुंच आसान बनाएगा, मैन्युफैक्चरिंग में नए अवसर पैदा करेगा और हमारे सर्विसेज सेक्टर के बीच सहयोग को और प्रबल करेगा. കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും യൂറോപ്പ് എന്ന വലിയ വിപണി തുറന്നു കിട്ടുകയാണെന്നും കേവലം വ്യാപാര കരാർ മാത്രമല്ല, ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ സമൃദ്ധിക്കായുള്ള ബ്ലൂ പ്രിന്റാണ് തയ്യാറായിട്ടുള്ളത് എന്നതുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ചരിത്ര മുഹൂർത്തം എന്നാണ് കരാറിനെ യൂറോപ്യൻ യൂണിയൻ വിശേഷിപ്പിച്ചത്. ഇന്ത്യ വിജയിച്ചാൽ ലോകം കൂടുതൽ ഉറപ്പുള്ളതാകുമെന്നും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഇരുവിഭാഗത്തിനും ഗുണമുണ്ടാകുന്ന തരത്തിൽ 200 കോടി ജനങ്ങളുടെ ഫ്രീ ട്രേഡ് സോണാണ് നിലവിൽ വരുന്നതെന്നും ഉർസുല പറയുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്. തന്ത്രപരമായ ബന്ധം ഇനിയും ശക്തമാകുമെന്നും ഇരുവരും വ്യക്തമാക്കി. And let me start with trade. Prime Minister, distinguished friend, we did it. We delivered the mother of all deals. We are creating a market of 2 billion people. And this is the tale of two giants, the world's second and fourth largest economies, two giants who choose partnership in a true win-win fashion. അപ്പോൾ വലിയ നേട്ടം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ആ നേട്ടങ്ങൾ എന്നത് കൂടി നമുക്ക് പരിശോധിക്കാം. യൂറോപ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയിലേക്ക് എത്തുന്ന ഏകദേശം 97% ഉൽപ്പന്നങ്ങളുടെയും താരിഫ് കുറയുന്നതിനോ ഒഴിവാക്കപ്പെടുന്നതിനോ കരാറിലൂടെ സാധിക്കും എന്നതാണ് ഈ കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ. യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ വിലക്കുറവ് വരും എന്നതാണ് കരാറിന്റെ സുപ്രധാന നേട്ടം. അത് കാറുകൾ അടക്കമുള്ള ഉൽപ്പന്നങ്ങളിൽ ആ കുറവ് വരും. യൂറോപ്പിൽ നിന്നുള്ള പല ഉൽപ്പന്നങ്ങൾക്കും കരാർ അനുസരിച്ച് വില കുത്തനെ കുറയുന്ന ഒരു സാഹചര്യമുണ്ടാകും. കാറുകളുടെ താരിഫ് ക്രമേണ
110% നിന്ന് 10% വരെയായി കുറയും എന്നതാണ് മനസ്സിലാകുന്നത്. പാസ്ത, ചോക്ലേറ്റ് എന്നിവയുൾപ്പെടെയുള്ള സംസ്കരിച്ച ഭക്ഷണങ്ങളുടെ തീരുവ പൂർണ്ണമായി ഒഴിവാക്കപ്പെടും. വൈനുകളുടെ തീരുവ ക്രമേണ 150% നിന്ന് 20% കുറയും. യൂറോപ്പിൽ നിന്നുള്ള ബിയറിനും വില കുറയും. ഉപകരണങ്ങൾക്കുള്ള തീരുവ 44% നീങ്ങും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഫാർമ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ 11% കുറയും എന്ന് മനസ്സിലാക്കുന്നു. നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് യൂറോപ്യൻ യൂണിയൻ. 2024 കണക്ക് പ്രകാരം $140 ബില്യൺ വ്യാപാരമാണ് ഇരു രാഷ്ട്രങ്ങൾക്കും ഇടയിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അത്ര വലിയ വ്യാപാര ബന്ധം നടക്കുന്ന രാഷ്ട്രങ്ങൾക്കിടയിൽ ഉള്ള പുതിയ ധാരണ എന്നത് ആ നിലയിൽ തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മെഷീനറികൾ, ഇലക്ട്രോണിക്സ് അപ്ലയൻസസ്, കെമിക്കൽ, ലോഹം, മിനറൽസ്, വസ്ത്രങ്ങൾ എന്നിവയാണ് ഇന്ത്യ പ്രധാനമായും യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കൾ. ഡീൽ വഴി യൂറോപ്യൻ കയറ്റുമതിക്കാർക്ക് പ്രതിവർഷം €4 ബില്യൺ ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. അപ്പോൾ യൂറോപ്യൻ യൂണിയനും ഒപ്പം തന്നെ ഇന്ത്യക്കും ഒരുപോലെ തന്നെ ഗുണപരമായിട്ടുള്ള ആശ്വാസകരമായിട്ടുള്ള ഇടപെടലുകളാണ്, ധാരണയാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞത് എന്നാണ് മനസ്സിലാകുന്നത്. യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾ വില കുറഞ്ഞ് ഇനി വാങ്ങാൻ കഴിയും എന്നൊരവസരമാണ് ഇവിടെ സൃഷ്ടിക്കാൻ പോകുന്നത്. അത് അന്തിമ കരാർ ഒപ്പിട്ടതിന് ശേഷം ആയിരിക്കും. ഏതാണ്ട് 1 വർഷത്തോളം എടുക്കും അന്തിമ കരാറിലേക്ക് എത്താൻ. അതിനുശേഷമായിരിക്കും ഈ വിലക്കുറവ് അനുഭവവേദ്യമാവുക. അപ്പോൾ യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ ഈ രീതിയിലൊരു ചരിത്രപരമായ കരാറിലെത്തുമ്പോൾ എന്താണ് ഇതിൽ അമേരിക്കയുടെ പ്രതികരണം എന്നതുകൂടി നമുക്ക് കാണണം. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ നീക്കത്തിൽ അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് ശുദ്ധീകരിച്ച റഷ്യൻ എണ്ണ വാങ്ങുന്നതിലൂടെ യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങൾക്കെതിരെ തുറന്ന യുദ്ധത്തിന് പണം നൽകുകയാണ് എന്ന ഒരു ആരോപണമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. എന്താണോ ഇന്ത്യക്ക് മേൽ താരിഫ് ഉയർത്തുന്നതിന് വേണ്ടി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആരോപണങ്ങൾ, അത് റഷ്യയുടെ ആക്രമണത്തിന് ഫണ്ട് ചെയ്യുന്നു ഇന്ത്യ എന്ന രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഈ താരിഫ് ഉയർത്തുന്നതിന് കാരണമായി അമേരിക്ക ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ആ രീതിയിൽ തന്നെയുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടും അമേരിക്ക ഉയർത്തുന്നത്. അത് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ആണ് അത്തരത്തിൽ ഒരു കടുത്ത അതൃപ്തി ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുന്നത്. ഇന്ത്യയിൽ നിന്ന് ശുദ്ധീകരിച്ച റഷ്യൻ എണ്ണ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിലൂടെ യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങൾക്കെതിരെ തന്നെ യുദ്ധത്തിന് പണം നൽകുകയാണ് എന്നൊരു ആരോപണമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അമേരിക്ക ഇതിനകം തന്നെ ഇന്ത്യക്ക് മേൽ 50% പിഴ തീരുവ ചുമത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നത് ഇങ്ങനെ അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലെ ഇന്ത്യൻ നീക്കം അമേരിക്കയെ പ്രകോപിപ്പിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഈ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. അത് ട്രംപിന്റെ വാക്കുകളിലൂടെ ആയാലും ഒക്കെ ഇതിലുള്ള അതൃപ്തി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നതാണ്. എന്തായാലും ഇപ്പോൾ കരാർ യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ അത് കൂടുതൽ കടുത്ത ആരോപണങ്ങളിലേക്ക് കൂടി കടക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാകുന്നത്. ഏതാണ്ട് 2 പതിറ്റാണ്ടുകളോളം ചർച്ച ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള വ്യാപാര കരാറിൽ ഇന്ത്യ ധാരണയിൽ എത്തിയിരിക്കുന്നത്. വ്യാപാര കരാറുകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കരാർ ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് വലിയ കുതിപ്പാകും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 2 ജനാധിപത്യ ശക്തികൾ തമ്മിലുള്ള പുതിയ ചരിത്രമാണ് വ്യാപാര കരാറിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. അമേരിക്കയുടെ കടുത്ത തീരുവകൾക്കും ഭൗമരാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും ഇടയിൽ രാജ്യം സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും തലയുയർത്തി നിൽക്കാനും കണ്ടെത്തിയ തന്ത്രപരമായ നീക്കമാണ് ഈ കരാർ എന്ന കാര്യത്തിൽ സംശയമില്ല. ആ നീക്കത്തിൽ ഇന്ത്യ വിജയിച്ചിരിക്കുന്നു എന്നതാണ് ഇന്ന് ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി വെളിവാക്കപ്പെടുന്നത്. അതിലുള്ള അസ്വസ്ഥതയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ പുലർത്തുന്നത്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് എത്താം. വെള്ളാപ്പള്ളി നടേശനും ജി സുകുമാരൻ നായരും പ്രഖ്യാപിച്ച ഐക്യം 9ാം ദിനം പൊളിഞ്ഞു. ഐക്യത്തിനില്ലെന്ന് സുകുമാരൻ നായർ പ്രഖ്യാപിച്ചു. എന്നാൽ അതിൽ വെള്ളാപ്പള്ളിയുടെ കൂടുതൽ പ്രതികരണം ഇന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യത്തിന് ഇനി എന്തെങ്കിലും ഭാവിയുണ്ടോ? അതും അറിയില്ല. എന്തായാലും ഇതിൽ ആശ്വാസം കൊള്ളുന്നവരും തിരിച്ചടിയായവരും ഒക്കെ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഐക്യം പൊളിഞ്ഞതിൽ ഒരു വിഭാഗം വലിയ സന്തോഷത്തിലാകുമ്പോൾ മറുവിഭാഗത്തിന് വലിയ ആശങ്കയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം.
തെരഞ്ഞെടുപ്പ് അടുത്തു വരവേ സമുദായങ്ങളുടെ നീക്കം സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും. അപ്പോൾ എന്താണ് ഈ ഐക്യശ്രമത്തിനിടയിൽ ഈ 8 ദിവസം കൊണ്ട് സംഭവിച്ചത് എന്ന ചോദ്യം ഇന്നലെ മുതൽ തന്നെ അന്തരീക്ഷത്തിലുണ്ട്. അതിന് വ്യക്തമായ മറുപടികൾ ഇപ്പോഴും ആയിട്ടില്ല. പലരും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിന് പോലും മടിച്ചു നിൽക്കുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. പല കാരണങ്ങളാലും പലതവണ NSS SNDP ഐക്യം വിജയിക്കാത്ത സാഹചര്യത്തിലും വീണ്ടും ഒരു ഐക്യശ്രമം പരാജയമാകുമെന്ന കാര്യം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളാൽ വ്യക്തമാകുന്നു. അതുകൊണ്ട് തന്നെ NSSന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാനാകില്ല. അതിനാൽ വീണ്ടും ഒരു ഐക്യം പ്രായോഗികമല്ല. പ്രത്യേകിച്ച് NSSന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂര നിലപാട് ആണുള്ളത്. മറ്റെല്ലാ സമുദായങ്ങളോടും എന്ന വണ്ണം SNDPയോടും സൗഹാർദ്ദത്തിൽ വർത്തിക്കാനാണ് NSS ആഗ്രഹിക്കുന്നത്. ഈ ഐക്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് യോഗം തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡയറക്ടർ ബോർഡ് യോഗത്തിന് ശേഷമുള്ള ഒരു പത്രക്കുറിപ്പ് ഇറക്കിയപ്പോൾ ഇതൊക്കെയാണ് ഈ സഖ്യം പൊളിയാനുള്ള കാരണമാക്കി NSS ചൂണ്ടിക്കാട്ടിയ വിവരങ്ങൾ. പിന്നീട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ചോദ്യത്തിന് മറുപടിയായി രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന സംശയം കൂടി സുകുമാരൻ നായർ ഉന്നയിക്കുന്നത് കണ്ടു. അതുകൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഐക്യം ഇല്ല എന്ന സാഹചര്യം അത് ഏത് സാഹചര്യത്തിലാണ് എന്നത് വിശദീകരിച്ചത്. തുഷാർ വെള്ളാപ്പള്ളിയെ ചർച്ചയ്ക്ക് അയക്കാമെന്ന് പറഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധിയാണോ ചർച്ചയ്ക്ക് അയക്കേണ്ടത്? അത് എവിടുത്തെ ന്യായം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ഇന്നലെ എന്താണോ സുകുമാരൻ നായർ പറഞ്ഞത് അതൊന്നുകൂടി കണ്ടതിന് ശേഷം എത്താം. മുന്നോട്ട് പോകുന്നില്ല, തീരുമാനമായി മുന്നോട്ട് പോകുന്നില്ല. പ്രധാനപ്പെട്ട 2 ഹിന്ദു സംഘടനകൾ യോജിക്കേണ്ടത് കാലത്തിൻ്റെ ആവശ്യമായിരുന്നു. പക്ഷേ ആ യോജിപ്പിൻ്റെ പിന്നിൽ അത് ഉന്നയിച്ച ആളുകൾക്ക് അതിൻ്റെ പിന്നിൽ അവരുടെ ഈ ആലോചനയുടെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. തുഷാറെന്നല്ല, ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ തന്നെ അതിന് മകനായാലും അങ്ങനെ വിടാൻ പാടില്ലായിരുന്നു. അപ്പോൾ സ്വന്തം മകനെ പോലെ തുഷാറിനെ സ്വീകരിക്കും എന്ന് പറഞ്ഞ സുകുമാരൻ നായരാണ് 8ാം ദിവസം ഈ രീതിയിലൊരു അഭിപ്രായം പറയുന്നത്. രാഷ്ട്രീയ പാർട്ടി നേതാവല്ലേ തുഷാർ എന്ന് ആദ്യ ദിവസം തന്നെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ രാഷ്ട്രീയം ഒരു വഴിക്ക് പോകും, ഈ ഐക്യം മറ്റൊരു വഴിക്കാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ച് അതിനെ ന്യായീകരിച്ച വ്യക്തിയാണ് 8 ദിവസം പിന്നിടുമ്പോൾ രാഷ്ട്രീയ പാർട്ടി നേതാവിനെ തന്നെ ചർച്ചയ്ക്ക് നിയോഗിച്ചത് ഒരു കാരണമാക്കിക്കൊണ്ട് ആ ഐക്യത്തിനില്ല എന്ന പ്രഖ്യാപനം നടത്തുന്നത്. പക്ഷേ സുകുമാരൻ നായർ ഇത് പ്രഖ്യാപിച്ച് 24 മണിക്കൂർ കഴിയുമ്പോഴും വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായ മറുപടികളോ പ്രതികരണങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. ഇന്നലെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്താണ് സംഭവിച്ചത് എന്നതിന്റെ ഔദ്യോഗികമായ വിവരങ്ങൾ ലഭിക്കട്ടെ, അതിനുശേഷം കൂടുതൽ പ്രതികരണം എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശൻ മുക്തനായിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ കൂടുതൽ പ്രതികരണങ്ങൾ വന്നിട്ടില്ല. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ NSSും SNDPയും തമ്മിൽ ഈ ഐക്യത്തിലാകാൻ തീരുമാനിച്ചത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. NSSുമായുള്ള ഐക്യത്തിന് SNDP യോഗത്തിന്റെ നേതൃയോഗം കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയതോടുകൂടി തന്നെയാണ് ഈ രീതിയിലൊക്കെയുള്ള വലിയ ചർച്ചകൾ. ഇത് ആർക്കനുകൂലമാകും, ആർക്കു വേണ്ടിയാണ് ഈ പദ്ധതി അണിയറയിൽ തയ്യാറാകുന്നത് തുടങ്ങിയ പലതരത്തിലുള്ള ചോദ്യങ്ങളും ചർച്ചകളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. പെരുന്നയിൽ പോയി തുടർ ചർച്ചകൾ നടത്താൻ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മകൻ BDJSന്റെ സംസ്ഥാന പ്രസിഡന്റുമായ തുഷാർ വെള്ളാപ്പള്ളിയെ യോഗം ചുമതലപ്പെടുത്തി. അപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കരുതിയ ഘട്ടത്തിലാണ് പെട്ടെന്ന് ഈ ഒരു പിന്മാറ്റം NSSന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതിന് തൊട്ടടുത്ത ദിവസമായതുകൊണ്ട് തന്നെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതിലെ അനിഷ്ടമാണ് ഇതിലുള്ള കാരണങ്ങൾ എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നു. അത് BDJS നേതാവിനെ അയക്കുന്നു. BJP സർക്കാർ പ്രഖ്യാപിച്ച പത്മ പുരസ്കാരത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടുന്നു. അത് ആ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ എന്ന ബോധ്യത്തിൽ NSS പിന്മാറി എന്ന തരത്തിലൊക്കെയുള്ള പല വിധത്തിലുള്ള ന്യായീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. പക്ഷേ എന്താണ് കൃത്യമായ കാരണങ്ങൾ എന്നത് പുറത്തേക്ക് വരാത്ത ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ മൗനം തുടരുകയാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ കൃത്യമായ മറുപടികൾക്ക് തയ്യാറായിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. നമ്പൂതിരി മുതൽ നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ളതായിരുന്നു ഈ ഐക്യത്തിന് അവർ പറഞ്ഞിരുന്ന ഒരു മുദ്രാവാക്യം. അപ്പോൾ
NSS ഒഴിവായാലും മറ്റുള്ളവരുടെ നേതൃത്വത്തിൽ ഒരു ഐക്യം എന്നത് സാധ്യമാകുമോ? അതിനുള്ള നീക്കം ഇനി ഉണ്ടോ? അത് യാഥാർത്ഥ്യമാകുമോ? തുടങ്ങിയ ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ മറുപടി പറയേണ്ടത്, ഈ നീക്കവുമായി ഇനി മുന്നോട്ടുണ്ടോ എന്ന കാര്യത്തിൽ മറുപടി പറയേണ്ടത് വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹം ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾക്ക് തയ്യാറായിട്ടും ഇല്ല എന്നതാണ് സാഹചര്യം. എന്തായാലും ഐക്യം പൊളിഞ്ഞതിൽ കുറേ പേർ സന്തോഷിക്കുന്നുണ്ട്, കുറേ പേർ വലിയ ആശങ്കയിലുമാണ്. UDF-ന് ആശ്വാസമാണ്, ഇടതുമുന്നണിക്ക് തിരിച്ചടിയുമാണ് ഈ സഖ്യം എന്നതാണ് മനസ്സിലാകുന്നത്. ഇങ്ങനെ ഒരു സഖ്യമുണ്ടായാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ BJP-യുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത് ഭാവിയിൽ അവർക്ക് ഗുണകരമാവുമെങ്കിലും ഏറ്റവും ആദ്യം ഈ സഖ്യം മൂലം ഗുണമുണ്ടാകാൻ പോകുന്നത് ഇടതുപക്ഷത്തിനാണ് എന്നതാണ് മനസ്സിലാക്കിയിരുന്നത്. കാരണം രണ്ട് നേതാക്കളും മാധ്യമങ്ങളെ കണ്ടപ്പോൾ അവരുടെ ആരോപണ മുന തിരിച്ചത് UDF-ന് നേരെയാണ്, അത് VD സതീശന് നേരെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഒരു ഐക്യം അതിനു മുമ്പ് സാധ്യമായാൽ അത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യും എന്നതായിരുന്നു വിലയിരുത്തപ്പെട്ടിരുന്നത്. അപ്പോൾ UDF-ന് സ്വാഭാവികമായും ഈ ഐക്യം പൊളിഞ്ഞതിൻ്റെ ഒരു ആശ്വാസം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. VD സതീശന്റെ കടുത്ത വിമർശകരായിരുന്നു വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ചേർന്ന് ഉള്ള നീക്കം ഇടതുമുന്നണിക്ക് അനുകൂലമായി മാറുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരുന്നു. SNDP NSS ഐക്യത്തിന്റെ ഗുണം ഇപ്പോൾ കിട്ടിയില്ലെങ്കിലും ഭാവിയിലേക്കുള്ള നിക്ഷേപമായി കണ്ട BJP തങ്ങൾക്ക് ഏറ്റവും ഒരു തിരിച്ചടിയായി തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നത്. അവർ പെരുന്നയിൽ നടന്ന ചില കൂടിക്കാഴ്ചകളിലേക്കാണ് അവരുടെ സംശയം ഉന്നയിക്കുന്നത്. ആ കൂടിക്കാഴ്ചയിൽ ഈ ഐക്യം പൊളിഞ്ഞു എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. UDF നേതാക്കൾ ഉൾപ്പെടെ അവിടെ എത്തിയ സാഹചര്യമാണ് അവർ ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന സംശയം മണത്തതോടുകൂടിയാണ് NSS ഇതിൽ നിന്ന് പിന്മാറുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ വിവരങ്ങൾ കോൺഗ്രസ് നേതാക്കൾ അവിടെ നേരിട്ടെത്തി ധരിപ്പിച്ചു എന്ന സാഹചര്യം മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ വിലയിരുത്തലുകൾ വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഐക്യം വേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് NSS എത്തിയതെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും പെരുന്നയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ ഇന്ന് വന്നു. വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന VD സതീശന് അഭിവാദ്യങ്ങൾ എന്നാണ് ആ ഫ്ലെക്സ് ബോർഡിൽ പറയുന്നത്. KSU, യൂത്ത് കോൺഗ്രസ്, സേവാദൾ എന്നീ സംഘടനകളുടെ പേരിലാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ ഇന്ന് പെരുന്നയിൽ പ്രത്യക്ഷപ്പെട്ടത്. ആർക്കാണ് ആശ്വാസവും നേട്ടവും എന്ന് വിളിച്ചു പറയുന്ന ബോർഡാണ്. ഈ ഐക്യം തകർന്നതിലെ ആശ്വാസം ആർക്കാണ് എന്നത് ആ ഫ്ലെക്സ് ബോർഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. NSS SNDP ഐക്യ നീക്കത്തിൽ നിന്നുള്ള പിന്മാറ്റം സമുദായ സംഘടനകളുടെ ആഭ്യന്തര കാര്യമെന്നാണ് പക്ഷേ പ്രതിപക്ഷ നേതാവ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. ലീഗിനെതിരായ SNDP ആരോപണം ശരിയല്ല എന്ന് NSS തന്നെ പറഞ്ഞല്ലോ എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവർക്ക് ന്യായമായ ഒരു പരാതി ഉണ്ടെങ്കിൽ ഇടപെടുമെന്നും സതീശൻ പറഞ്ഞു. NSS ആദ്യമെടുത്ത തീരുമാനവും രണ്ടാമതെടുത്ത തീരുമാനവും NSS-ന്റെ ആഭ്യന്തരമായ കാര്യമാണ്. അതിൽ കോൺഗ്രസ് നേതാക്കൾ ആരും ഇടപെട്ടിട്ടില്ല, ഇടപെടില്ല. ഞങ്ങൾ സമുദായങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാറില്ല. NSS-ഉം SNDP-യും തമ്മിലുള്ള സഖ്യം ഇല്ലാതാക്കിയത് ലീഗാണ് എന്നുള്ള SNDP ജനറൽ സെക്രട്ടറിയുടെ ആരോപണം ശരിയല്ല എന്നാണ് NSS ജനറൽ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞാൽ ശരിയല്ല, ലീഗ് അങ്ങനെ ഇടപെട്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അവർക്കൊരു പരാതി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടപെടാം. അവർക്കൊരു ന്യായമായ പരാതി ഏത് സമുദായത്തിനുണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇടപെടും, ഉറപ്പായിട്ട് ഇടപെടും. ഞങ്ങളതിന് ന്യായമായ കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആരുടെയും കൂടെ നിൽക്കും. പക്ഷെ ഒറ്റ കണ്ടീഷനിൽ ഒരാൾ വർഗീയത പറയും, വർഗീയത പറഞ്ഞാൽ തിരിച്ചു പറഞ്ഞു. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അപ്പോൾ നേരത്തെ ഈ ഐക്യം പൊളിച്ചത് ലീഗാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു. എന്നാൽ NSS ഇത് നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് പരാതി ഉണ്ടെങ്കിൽ അക്കാര്യത്തിൽ ഇടപെടുമെന്ന ഒരു സന്ദേശം VD സതീശൻ നൽകുന്നത്. അതേസമയം NSS SNDP ഐക്യ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് സൂചിപ്പിക്കുകയാണ് PK കുഞ്ഞാലിക്കുട്ടി. ഒരു വർഗീയവൽക്കരണത്തിന്റെ ശ്രമം ഇവിടെ നടന്നിട്ടുണ്ട് എന്നത് കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടുന്നു. അത് നടന്നില്ല എന്നതിൽ കേരള സമൂഹം ഇപ്പോൾ സമാധാനിക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി പറയുന്നു. അതായത് വർഗീയ ധ്രുവീകരണത്തിനുള്ള വർഗീയവൽക്കരണത്തിന്റെ ഒരു ശ്രമമായിരുന്നു ഈ ഐക്യം എന്നത്. അത് നടന്നില്ല എന്നതുകൊണ്ട് സമാധാനിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നതാണ് കുഞ്ഞാലിക്കുട്ടി സൂചിപ്പിച്ചത്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉപയോഗിച്ചിട്ട് ആരോ ചിലര് ഒരു വർഗീയവൽക്കരണത്തിന്, അതിശക്തമായ ഒരു വർഗീയവൽക്കരണത്തിന്, അതായത് ചില പ്രത്യേക സമുദായങ്ങളുടെ ഒരു ഫോബിയ സൃഷ്ടിച്ചിട്ട് ഒരു വർഗീയവൽക്കരണത്തിന് കൊണ്ടുപിടിച്ച ഒരു ശ്രമം ഇവിടെ ഉണ്ടായിരുന്നു.
അതിനൊന്നും കൂട്ടുവെക്കുന്ന ആളുകളല്ല ഞങ്ങൾ എന്ന് NSS പോലെയുള്ള പശ്ചാത്തലമുള്ള സംഘടനകൾ പ്രഖ്യാപിച്ചു. അത് ആ ഒരു വർഗീയവൽക്കരണത്തിനുള്ള ശ്രമം ഇവിടെ ഇല്ലാതായി എന്നുള്ളതിന് കേരളം ആശ്വാസപ്പെടണം എന്നാണ്. BJPയും CPMും പ്രതികരണങ്ങളിൽ മിതത്വം കാട്ടുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ ഇത് ആർക്കാണ് തിരിച്ചടി എന്നത് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഒരു ഏകീകരണം ഉണ്ടാവുകയാണ് എങ്കിൽ അത് തങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകുമെന്ന് സ്വാഭാവികമായും ഇടതുപക്ഷം പ്രതീക്ഷിച്ചിരുന്നതാണ്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നമുക്കറിയാം. ആഗോള അയ്യപ്പ സംഗമം മുതൽ ഈ രണ്ട് സമുദായങ്ങളെയും ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ ഇടതുപക്ഷം നടത്തി വരികയായിരുന്നു. പിന്നീട് സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വന്നുവെങ്കിലും അനുകൂലമായ സാഹചര്യം തന്നെ നിലനിർത്താൻ സമുദായ നേതാക്കളുടെ പ്രതികരണത്തിലൂടെയെങ്കിലും അവർക്ക് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊരു വലിയ ഐക്യമായി രൂപപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും ആ രീതിയിലുള്ള നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് ഇടതുമുന്നണി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അത് പൊളിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടിയാണ് ഇടതുപക്ഷ നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്നത്. പലരും പ്രതികരണത്തിന് പോലും തയ്യാറാകുന്നില്ല. അതേസമയം തന്നെ BJPയും അവരാണ് ഇതിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കളായി ഭാവിയിൽ വരാനിരുന്നത്. BDJS അധ്യക്ഷനാണ് ചർച്ചയ്ക്ക് വരുന്നതെന്ന് ചൂണ്ടിക്കാട്ടി തന്നെ NSS അതിനെ ഒഴിവാക്കുമ്പോൾ BJPയെ സംബന്ധിച്ചും അത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ ഇനി എങ്ങനെ മാറിമറിയുന്നു? NSS ഒഴിവായാലും ഐക്യം സാധ്യമാകുമോ? അതിനുള്ള നീക്കങ്ങൾ നടക്കുമോ എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം. വെള്ളാപ്പള്ളി ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ വിഷയം സജീവമായി തന്നെ നിലനിൽക്കും. വിജയ് ചിത്രം ജനനായകന് വീണ്ടും തിരിച്ചടിയേറ്റിരിക്കുകയാണ്. ചിത്രത്തിന്റെ റിലീസ് അനുമതി മദ്രാസ് ഹൈക്കോടതി നിഷേധിച്ചിരിക്കുന്നു. സെൻസർ ബോർഡ് അപ്പീലിൽ മദ്രാസ് ഹൈക്കോടതിയാണ് ഇന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഡിവിഷൻ ബെഞ്ചാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കിയത്. എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ CBFCക്ക് സാവകാശം നൽകിയില്ലെന്ന വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ കോടതി ഉത്തരവ് വരുന്നത്. അതും ജനനായകന് എതിരായി വരികയാണ്. അപ്പോൾ സാങ്കേതികമായ കാരണങ്ങളാലാണ് കോടതി ഈ തരത്തിലുള്ളൊരു ഉത്തരവിലേക്ക് പോയിരിക്കുന്നത്. തങ്ങൾക്കെതിർ സത്യവാങ്മൂലം നൽകാനുള്ള സമയം കിട്ടിയില്ല എന്ന സെൻസർ ബോർഡിന്റെ വാദം ശരിവെച്ചുകൊണ്ടാണ് പ്രദർശനാനുമതി നിഷേധിച്ചത്. CBFC പറഞ്ഞ മാറ്റങ്ങൾ മുഴുവനും വരുത്തിയിട്ടും അകാരണമായി സർട്ടിഫിക്കറ്റ് തടഞ്ഞുവെക്കുന്നു എന്നതാണ് സിനിമാ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് ഇന്ന് കോടതിയെ ധരിപ്പിച്ചത്. CBFC നിർദ്ദേശിച്ച ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടും സിനിമ വീണ്ടും റിവ്യൂ കമ്മിറ്റിക്ക് വിടുകയാണ് ചെയ്തതെന്ന് അവർ ചൂണ്ടിക്കാട്ടി. സിനിമ റിലീസ് വൈകുന്നത് മൂലം തങ്ങൾക്കുണ്ടാകുന്നത് കോടികളുടെ നഷ്ടമാണ് എന്നത് നിർമ്മാതാക്കൾ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. പക്ഷേ ഇതൊന്നും പരിഗണിക്കപ്പെട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സുപ്രീം കോടതി ആവശ്യപ്പെട്ടതു പ്രകാരമാണ് മദ്രാസ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് കേസിൽ വീണ്ടും വിശദമായ വാദം കേട്ടത്. പക്ഷേ അവിടെയും തിരിച്ചടി നേരിടുകയാണ് ജനനായകന്. ഈ മാസം 9-ന് പൊങ്കൽ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന സിനിമയാണ് ഇത്രയും ദിവസമായതിനു ശേഷവും ഈ കോടതിയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലും തിരിച്ചടി നേരിട്ട് റിലീസ് വൈകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ചിത്രം തിയേറ്ററുകളിൽ എത്തേണ്ടിയിരുന്നത് 9-നാണ്. ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനായിരുന്നു അവരുടെ ആദ്യ തീരുമാനം. എന്നാൽ റിലീസിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ബോർഡിന്റെ പരാതിയിൽ ചിത്രം റിവൈസിംഗ് കമ്മിറ്റിക്ക് റഫർ ചെയ്തതായി സെൻസർ ബോർഡ് നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസിനെ അറിയിച്ചു. തുടർന്ന് നിർമ്മാതാക്കൾ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. മാറ്റങ്ങൾ വരുത്തിയ ശേഷം ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റ് നൽകാൻ സെൻസർ ബോർഡിനോട് കോടതി ഉത്തരവിട്ടു. എന്നാൽ അത് ഹൈക്കോടതിയുടെ ആ ഉത്തരവിനെതിരെ ബോർഡ് അപ്പീൽ നൽകി. തുടർന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ 2-അംഗ ബെഞ്ച് ഉത്തരവ് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകണമെന്ന സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം സ്റ്റേ ചെയ്തു. കേസ് പൊങ്കൽ അവധിക്ക് ശേഷം ജനുവരി 21-ലേക്ക് മാറ്റി. തുടർന്ന് KVN പ്രൊഡക്ഷൻസ് സുപ്രീം കോടതിയെ സമീപിച്ചു. ജനുവരി 15-ന് കേസ് പരിഗണിച്ചുവെങ്കിലും സുപ്രീം കോടതി അവരുടെ ഹർജി തള്ളുകയും മദ്രാസ് ഹൈക്കോടതിയിലേക്ക് തന്നെ തിരികെ അയക്കുകയും ചെയ്തു. അപ്പീലിൽ മദ്രാസ് ഹൈക്കോടതി ഇന്ന് വിധി പറയാൻ തീരുമാനിച്ചതോടെ റിപ്പബ്ലിക് ദിനത്തിന്റെ അവധി ദിവസമെങ്കിലും ഈ ചിത്രം പുറത്തിറക്കണം എന്ന സിനിമാ നിർമ്മാതാക്കളുടെ ആഗ്രഹവും നടന്നില്ല. അതിനുശേഷം ഇന്ന് കോടതിയിലെത്തുമ്പോൾ ഇന്നും തിരിച്ചടി നേരിടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയും അപ്പോൾ ഈ റിലീസ് നീണ്ടുപോകും എന്നതാണ് സാഹചര്യം. രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നത് മുതൽ തന്നെ വിജയ് ഇങ്ങനെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്കറിയാം, സെപ്റ്റംബറിൽ വളരെ ദാരുണമായ ഒരു സംഭവമുണ്ടായി. തമിഴ്നാട്ടിലെ കരൂരിൽ വിജയ് നടത്തിയ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർക്ക് മരണം സംഭവിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം നടക്കുകയാണ്.
അതിൽ വിജയിയെ ചോദ്യം ചെയ്യാൻ 2 തവണ വിളിപ്പിച്ച സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നാലെയാണ് വിജയുടെ ജനനായകൻ എന്ന സിനിമ സെൻസർ ബോർഡ് പ്രദർശനം തടഞ്ഞതും ഇതുപോലെ ചർച്ചയാകുന്നത്. ആ സിനിമയുടെ പ്രദർശനം ഇങ്ങനെ നീണ്ടുപോകുന്നത്. വിജയുടെ കരിയറിലെ അവസാന ചിത്രം ആകും ഈ ചിത്രം എന്നതാണ് മനസ്സിലാകുന്നത്. ഈ ചിത്രത്തിന്റെ റിലീസിന് ശേഷം പിന്നീട് വിജയ് അഭിനയിക്കില്ല എന്നതാണ് പൊതുവെ കരുതപ്പെടുന്നത്. അദ്ദേഹം ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി മാറും എന്ന് കരുതപ്പെടുന്നു. അങ്ങനെ തമിഴ് രാഷ്ട്രീയത്തിൽ വിജയ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അവിടെ നടന്ന പല സർവേകളിലും തമിഴ്നാടിൻ്റെ ഭാവി വിജയിലാണ് എന്ന തരത്തിലുള്ള റിസൾട്ടുകൾ വന്നത് നമ്മൾ കണ്ടതാണ്. സ്റ്റാലിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കാണുന്ന വ്യക്തിയായി വരെ വിജയ് ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്രമാത്രം പ്രാധാന്യത്തോടുകൂടി വിജയുടെ രാഷ്ട്രീയ പ്രവേശനം ചർച്ചയാകുമ്പോഴാണ് ഇതുപോലെയുള്ള നീക്കങ്ങൾ വിജയ്ക്കെതിരെ നടക്കുന്നത് എന്നതുകൂടി നമ്മൾ കാണണം. എന്തായാലും സമ്മർദ്ദത്തിന് വഴങ്ങാനോ തലകുനിക്കാനോ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് വിജയ് കഴിഞ്ഞ ദിവസം നൽകിയ സന്ദേശം. CBI ചോദ്യം ചെയ്ത് വിട്ടതിന് പിന്നാലെ മഹാബലിപുരത്ത് നടന്ന തമിഴക വെട്രികഴകത്തിന്റെ യോഗത്തിലാണ് വിജയ് ഇത്തരമൊരു സന്ദേശം നൽകിയത്. ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന സൂചനയും വിജയ് നൽകിയിരുന്നു. അതായത് ആരുമായും സഖ്യത്തിനില്ല, താൻ ഒറ്റയ്ക്കാണ് രാഷ്ട്രീയ പോരാട്ടം നടത്തുക എന്നതായിരുന്നു വിജയ് പ്രഖ്യാപിച്ചത്. വിജയിയെ വരിഞ്ഞു മുറുക്കാനുള്ള നീക്കമാണ് പക്ഷേ ഈ നടക്കുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. ജനനായകനെ പൂട്ടിടുന്നതിന് പിന്നിലെ കാരണം അതാണ് എന്ന വിമർശനം ശക്തമാണ്. ഈ CBI അന്വേഷണത്തിനെതിരെ DMK പോലും രംഗത്ത് വരുന്നത് അത്തരം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്. എന്തായാലും അതൊരു ജനാധിപത്യ രാജ്യത്തിന് യോജിക്കുന്ന സംഭവമല്ല. പല കേസുകളിലും ഇത്തരം വിമർശനങ്ങൾ ഉയർന്നതാണ്. വിജയുടെ കാര്യത്തിൽ തുടർച്ചയായി നമ്മൾ അതുതന്നെയാണ് കണ്ടുകൊണ്ടുമിരിക്കുന്നത്. അപ്പോൾ ഫോക്കസ് വാർത്തകൾ കഴിയുകയാണ്. നമുക്ക് ഇനി മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ വേഗത്തിൽ നോക്കാം. വി ശിവൻകുട്ടിയെ കടന്നാക്രമിച്ചും അധിക്ഷേപിച്ചും പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിയമസഭയിൽ അടിവസ്ത്രം പുറത്തു കാണിച്ച് ഡെസ്കിന് മുകളിൽ കയറി നിന്ന് അസംബന്ധം മുഴുവൻ പറഞ്ഞ ഒരാളാണ് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കാൻ വരുന്നതെന്ന് VD സതീശൻ. വിദ്യാഭ്യാസ മന്ത്രി പിള്ളേരെ ഓർത്ത് സങ്കടപ്പെടുന്നു. ഇങ്ങനെ ഒരാൾ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട ഗതികേട് നമ്മുടെ കുട്ടികൾക്കുണ്ടായല്ലോ എന്നും VD സതീശൻ. സതീശന്റേത് തീർത്തും തരം താണ വാക്കുകളെന്ന് മന്ത്രി വി ശിവൻകുട്ടി എടാ പോടാ പ്രയോഗം നടത്തി. സംഘപരിവാറിനെതിരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുമ്പോൾ സതീശൻ വള്ളി ട്രൗസറിട്ട് നടക്കുകയായിരുന്നു. ഗോൾവാൾക്കറുടെ മുൻപിൽ നട്ടൽ വളച്ചത് ആരാണെന്ന് കണ്ടതാണെന്നും വി ശിവൻകുട്ടി. നിയമസഭയിൽ ഗവർണർ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തെ ചൊല്ലിയുള്ള വിവാദം തുടരുന്നു. ഗവർണർക്കെതിരെ സ്പീക്കർ AN ഷംസീർ രംഗത്തെത്തി. നയപ്രഖ്യാപന ദിവസം മുഖ്യമന്ത്രി പ്രസംഗിച്ച ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുള്ള ഗവർണറുടെ കത്തിന് മറുപടി നൽകിയില്ലെന്ന് സ്പീക്കർ AN ഷംസീർ വ്യക്തമാക്കി. സാധാരണ നിലയിൽ ഗവർണർ കത്തയക്കുമ്പോൾ സ്പീക്കർക്കാണ് ആദ്യം നൽകേണ്ടത്. കത്ത് മാധ്യമങ്ങൾക്ക് നൽകിയ ശേഷമാണ് തനിക്ക് കിട്ടിയതെന്ന് സ്പീക്കർ. ED നോട്ടീസ് കെട്ടിയിരുന്നു എന്ന് സ്ഥിരീകരിച്ച് സാബു M ജേക്കബ്. കഴിഞ്ഞ മെയ് മാസം ED ചില ഡോക്യുമെന്റ്സ് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു. കേരളത്തിൽ 100ഓളം എക്സ്പോർട്ടേഴ്സിന് നോട്ടീസ് വന്നിട്ടുണ്ടെന്നും EDയെ ഭയന്നാണ് NDA പ്രവേശനമെന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്നും സാബു M ജേക്കബ്. സമൂഹമാധ്യമത്തിലൂടെ അപമാനിച്ചതിൽ മനംനൊന്ത് കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതിക്ക് ജാമ്യമില്ല. പ്രതി ഷിംജിത മുസ്തഫയ്ക്കാണ് കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചത്. പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിനെതിരായ ഹർജിയിൽ നാളെ വിധി. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് വിധി പറയുക. പ്രോസിക്യൂഷൻ അനുമതിക്ക് കോടതി ഉത്തരവ് കൂടി വേണമെന്ന ഹർജിയിലാണ് വിധി. അഭിഭാഷകൻ നെയ്യാറ്റിൻകര നാഗരാജുവിന്റെ ഹർജിയിലാണ് കോടതി നടപടി. സിനിമാ സംവിധായകൻ അനുരാജ് മനോഹറിനെതിരെ കേസെടുത്ത് വനം വകുപ്പ്. ശബരിമലയിൽ മകരവിളക്ക് ദിവസം സിനിമാ ഷൂട്ടിംഗ് നടത്തിയെന്ന കണ്ടെത്തലിലാണ് കേസ്. വനമേഖലയിൽ അതിക്രമിച്ച് കയറിയ കുറ്റത്തിനാണ് കേസ്. ഷൂട്ടിംഗിന് അനുമതി തേടി നേരത്തെ ദേവസ്വം ബോർഡിനെ സമീപിച്ചെങ്കിലും ആവശ്യം നിരസിച്ചിരുന്നു. സന്നിധാനത്തല്ല പമ്പയിലാണ് ഷൂട്ടിംഗ് നടത്തിയതെന്ന വാദമാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഉന്നയിക്കുന്നത്.
തിരുവനന്തപുരത്ത് കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ. ഫോർട്ട് പോലീസാണ് കല്ലിയൂർ സ്വദേശി ശ്രീകാന്തിനെ പിടികൂടിയത്. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 30ഓളം മോഷണ കേസുകളിലെ പ്രതിയാണ്. പിടികൂടുമ്പോൾ 66 പവൻ സ്വർണവും 67,000 രൂപയും കൈവശമുണ്ടായിരുന്നു. ഡിസംബറിൽ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ബൈക്ക് മോഷണ കേസിലാണ് പിടിയിലായത്. വയനാട് ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ പുരോഗതി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിലയിരുത്തി. 1ാം ഘട്ടത്തിൽ കൈമാറാൻ തീരുമാനിച്ച വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു വരികയാണ്. ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിൽ എല്ലാ പ്രവൃത്തിയും ഉടൻ പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വീടുകൾ നിശ്ചിത സമയത്തിനകം കൈമാറണമെന്നാണ് നിർദ്ദേശം. യോഗത്തിൽ മന്ത്രിമാരായ കെ രാജൻ, എ കെ ശശീന്ദ്രൻ, കെ കൃഷ്ണൻകുട്ടി, എം ബി രാജേഷ്, OR കേളു, ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്, മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവാങ്കുളത്ത് +1 വിദ്യാർത്ഥിനിയെ പാറമടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യയെന്ന പ്രാഥമിക നിഗമനം. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞത് മാനസിക സംഘർഷമുണ്ടാക്കിയെന്ന കുറിപ്പ് പോലീസിന് ലഭിച്ചു. രാവിലെ സ്കൂളിലേക്ക് പോയ +1 വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തൃശൂർ അരിമ്പൂരിൽ 16-കാരനെ മർദ്ദിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. തൃശൂർ റൂറൽ പോലീസാണ് പ്രതികളെ പിടികൂടിയത്. അരിമ്പൂർ 4-കല്ല് സ്വദേശി ശ്രീഷ്ണവ്, വെളത്തൂർ സ്വദേശി സ്മിജിൻ, അരിമ്പൂർ സ്വദേശി ശ്രീഹരി, അരിമ്പൂർ 4-കല്ല് സ്വദേശി രാജേഷ് എന്നിവരാണ് പിടിയിലായത്. പ്രതികൾ അന്തിക്കാട് പോലീസിന്റെ കസ്റ്റഡിയിൽ. ജനുവരി 6-ാം തീയതിയാണ് 16-കാരനായ കുട്ടിയെ 6 പേർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. അരിമ്പൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ഉത്സവത്തിനിടെ നടന്ന തർക്കത്തെ തുടർന്നുണ്ടായ വൈരാഗ്യമായിരുന്നു മർദ്ദന കാരണം. പ്രതികൾ കുട്ടിയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു. വയനാട് തിരുനെല്ലിയിൽ വിദേശ വിനോദസഞ്ചാരികൾ ഒഴുക്കിൽപ്പെട്ടു. ഞായറാഴ്ച വൈകിട്ട് തിരുനെല്ലി ക്ഷേത്രത്തിന് സമീപത്തായിരുന്നു സംഭവം. നദിയുടെ ആഴം കുറഞ്ഞ ഭാഗത്ത് കുളിക്കുന്നതിനിടെയാണ് 2 പേർ ഒഴുക്കിൽപ്പെട്ടത്. ഇരുവർക്കും നീന്തൽ അറിയില്ലായിരുന്നു. ബഹളം കേട്ട് ഓടിയെത്തിയ CK ഉമ്മർ, CK ജലീൽ എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വിദേശ സഞ്ചാരികളായ യുവാവിനെയും യുവതിയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വയനാട്ടിൽ കൽപ്പറ്റയ്ക്ക് പിന്നാലെ കണിയാമ്പറ്റയിലും വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. കണിയാമ്പറ്റ സ്വദേശിയായ 14 വയസ്സുകാരനെയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. ഇന്നലെ ഉച്ചയോടെ വില്ലേജ് ഓഫീസ് റോഡിന് സമീപത്തായിരുന്നു മർദ്ദനം. കമ്പളക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. നേരം വൈകുന്നേരം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.